ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജേനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? ഏറ്റവും എളുപ്പത്തിലും എന്നാൽ ഏറ്റവും നല്ല ടേസ്റ്റിലും എങ്ങനെയാണ് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ? എല്ലാവരും ഗ്രീൻ പീസ് കറി വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ഗ്രീൻ പീസാണ് കേട്ടോ. ഇത് ഞാൻ കുക്കറിലാണ് ഫസ്റ്റ് ഗ്രീൻ പീസ് വേവിക്കുന്നത്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് നാട്ടിലെല്ലാം കിട്ടുന്ന ഗ്രീൻ പീസ് കുറേ വേവുള്ള ഗ്രീൻ പീസാണല്ലേ നമുക്ക് നാട്ടിലെല്ലാം കിട്ടുന്നത്. എത്ര നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാലും വേവുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ എല്ലാ പൊടികളും പച്ചക്കറികളും എല്ലാം ഒരുമിച്ചിട്ടിട്ട് വേവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വേവാതിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വേവിക്കുമ്പോൾ എങ്ങനെയാണ് വേവിക്കലെന്ന് വെച്ചാൽ ഞാൻ കുക്കറിലാണ് കേട്ടോ ഗ്രീൻ പീസ് വേവിക്കൽ, എന്നാലേ വെന്ത് കിട്ടുമല്ലോ. കുക്കറിൽ നമ്മൾ ഈ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് വെറുങ്ങനെ ഇടുക. ഒന്നും അതിൻ്റെ അകത്ത് മസാലപ്പൊടികളോ ഒന്നും നമ്മൾ ചേർക്കേണ്ടതില്ല. വെറുങ്ങനെ ഇട്ടിട്ട് ഒരു 2 3 4 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. ചില ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ 1 2 വിസിൽ കൊണ്ട് നമ്മൾ ഓഫാക്കാം. നമ്മൾ ഓരോ ദിവസം വെക്കുമ്പോൾ മനസ്സിലാവുമല്ലോ എത്ര വിസിൽ വേണം ഓരോ ഗ്രീൻ പീസിനുള്ള ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് നമ്മൾ ആദ്യം ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം. എന്നിട്ടാകുമ്പോൾ എങ്ങനെയാണ് കറിയാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വേവിക്കാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പൊടികളെല്ലാം ഇടുന്ന സമയത്ത് ഗ്രീൻ പീസ് ഒരു കല്ലിച്ച് പോകുന്ന പോലെയാണ്, പെട്ടെന്നൊന്നും വെന്ത് കിട്ടൂല. ഒന്നും ചേർക്കാണ്ട് നമ്മൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല വെന്ത് കിട്ടും കേട്ടോ. ഒന്നും ചേർക്കാണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് കറിയാക്കി മാറ്റാം. ഇല്ലെങ്കിൽ നമുക്ക് ഗ്രീൻ പീസ് വേവാൻ കുറേ ടൈം എടുക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് നമുക്ക് കറിയാക്കാം. നമ്മൾ ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ഈ ഇത് കറിക്ക് വേണ്ടുന്ന പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞു വെക്കാം. നമുക്കിതിന് വേണ്ടുന്നത് ഉള്ളി വേണം, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഞാനിവിടെ പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇനി വേണ്ടുന്നത് വെളിച്ചെണ്ണ വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കടുക്, പിന്നെ ഗരം മസാല. ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഞാനിവിടെ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച ഗ്രീൻ പീസ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കണക്കായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെ കറിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെക്കട്ടെ. ഞാൻ ഇതുപോലെ തന്നെ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. എന്നിട്ടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിലാക്കുമ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ചെടുക്കാം. ഇത് നമ്മളെ പാത്രം ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം നമുക്കിനി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളെ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക ആദ്യം. അതിനുശേഷം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറുതായി നല്ലോണം ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ വഴറ്റണം കേട്ടോ. നന്നായിട്ട് മൂത്ത് വരണം.
നമ്മൾ മുറിച്ചിട്ട ഉള്ളിയിട നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ലൈറ്റ് ഒരു ഗോൾഡൻ കളറായില്ലേ. ഇനി നമുക്കിതിലേക്ക് തീ സിമ്മിലാക്കുക. നല്ലോണം സിമ്മിലാക്കിയിട്ട് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികളിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആ പൊടികളെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. പച്ചമണമെല്ലാം മാറി നല്ല മണം വരുന്നവരെ വഴറ്റുക കേട്ടോ. പൊടികളെ പച്ചമണമെല്ലാം ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതാ ഞാനിവിടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി ചേർത്തിട്ട് ഞാൻ കുറച്ച് സമയമായി വഴറ്റുന്നത്. ഈ തക്കാളി ചെറിയൊരു കല്ല് പോലത്തെ തക്കാളിയാണ് കേട്ടോ, നല്ലൊരു സോഫ്റ്റ് തക്കാളിയല്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിക്കാം. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്ക് തക്കാളി ഒന്ന് കുക്കായി വരും, സോഫ്റ്റായിട്ട് വരണം. നമുക്കിനി പാത്രം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് തക്കാളി വേവുന്ന സമയം അടച്ചു വെക്കാം. നമ്മൾ തക്കാളി ഇതാ വേവിക്കാൻ വെച്ചത് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാൻ വെച്ച വെന്ത ഗ്രീൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇടുമ്പോൾ കുക്കറിലെ ബാക്കിയുള്ള വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചോ കേട്ടോ. അപ്പോഴേ നമുക്ക് കറിക്ക് നല്ല ചാറ് കിട്ടുമല്ലോ. ഇനി ഗ്രീൻ പീസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട് കൊടുത്തത് ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റ് സമയം അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. ഇതിന് തേങ്ങ അരച്ചിട്ടൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. ഇത് പൂരീൻ്റെ ഒപ്പരായാലും ചപ്പാത്തീൻ്റെ ഒപ്പരായാലും ദോശേൻ്റെ ഒപ്പരാണെങ്കിലും എല്ലാതിൻ്റെ ഒപ്പരം ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൻ്റെ ഒപ്പരം അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചപ്പാത്തീൻ്റെ ഒപ്പരായാലും പോകുന്ന ഒരു നല്ലൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതായിട്ടില്ല. ഇനി ഇതെല്ലാം നല്ല മസാല പിടിക്കണ്ടേ. നമ്മൾ ഗ്രീൻ പീസ് വെറുങ്ങനെ വേവിച്ചതല്ലേ, ആ ബാക്കിയുള്ള മസാലയെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായിട്ട് വരട്ടെ. നമുക്കൊരു 10 മിനിറ്റ് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇടുക. കാരണം ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവാണെന്ന് നമുക്കിപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കറീൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണ്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിട്ട് കൊടുക്കാം, നോക്കിയിട്ട് പിന്നെ ഇടാം. ഇത് നമ്മളെ കറിയുടെ അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഇനിയാണ് നമ്മൾ അധികം കുറുക്കി വറ്റിക്കണ്ട. കാരണം ഗ്രീൻ പീസ് ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഇരിക്കുമ്പോഴേക്ക് നമ്മൾ വാങ്ങി വെക്കുമ്പോഴേക്ക് അത് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇനിയാണ് ഇതിൻ്റെ അകത്ത് ടേസ്റ്റ് കൊടുക്കുന്ന സാധനം ചേർക്കുന്നത്. ഞാൻ ഈ കറി ആകാനാവുമ്പോണ്ടല്ല ഒരു സാധനം ചേർക്കലുണ്ട്. നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കാൻ, ഞാനിങ്ങനെ ചേർക്കലുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ. കറി ഒന്ന് ബാലൻസ് ആവും. ഇത് ഒരു തുള്ളി പഞ്ചസാര കേട്ടോ, ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നാൽ കറീൻ്റെ ഉപ്പും എരിവും എല്ലാം പുളിയും എല്ലാം ഒന്ന് ബാലൻസായി നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ. ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, ഞാൻ ചേർക്കലുണ്ട് ഇങ്ങനെ. പിന്നെ നമുക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ കറിവേപ്പില നേരത്തെ ഇട്ടിനായിരുന്നു, എന്നാലും കുറച്ച് കറിവേപ്പില നമ്മൾ നന്നായിട്ട് ഞെരടിയിട്ട് ഇതിൻ്റെ മുകളിലേക്കടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. കറീൻ്റെ ടേസ്റ്റ് വേറെ ലെവലിൽ എത്തിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് കറി വാങ്ങാനാകുമ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ഐറ്റം കൂടി ചേർക്കണം. അതെന്ന് വെച്ചാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ കറീൻ്റെ മുകളിലേക്കിടെ ഒഴിച്ചാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണ്ട് കേട്ടോ. ഇത് ലാസ്റ്റ് ടച്ച് ഇതിൻ്റെ കറീൻ്റെ മുകളിലേക്കിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, തീ ഓഫ് ചെയ്യുക. നമ്മളെ ഗ്രീൻ പീസ് കറി റെഡിയാണ്. കണ്ട, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇങ്ങനെ ഗ്രീൻ പീസ് കറി ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടാവും,
ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.